എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ 2025 ജനുവരി മാസം 8-ാം തീയതി മുതൽ 14-ാം തീയതി വരെ, അതായത് മലയാള വർഷം 1200-ാം ആണ്ട് ധനുമാസം 24 ബുധനാഴ്ച മുതൽ മകരമാസം 1-ാം തീയതി ചൊവ്വാഴ്ച വരെയുള്ളതാണ്. 14/4/2025 ചൊവ്വാഴ്ച രാവിലെ 8:55 സൂര്യൻ ധനുരാശി വിട്ട് മകരം രാശിയിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ഉത്തരായനം തുടങ്ങുകയാണ്. ഈ ആഴ്ച സൂര്യോദയം രാവിലെ 6:45 അസ്തമയം വൈകിട്ട് 6:21 ഈ ആഴ്ചത്തെ അഭിജിതൻ മുഹൂർത്തം പകൽ 12:09 മുതൽ 12:56 വരെയാണ്. ഈ അഭിജിത്തിൻ മുഹൂർത്തത്തിൽ തിഥിവാര ലഗ്നാദി ദോഷങ്ങളൊന്നും തന്നെ നോക്കാതെ എല്ലാ ശുഭകർമ്മങ്ങളും ചെയ്യാവുന്നതാണ്. ഇനി ഈ ആഴ്ചത്തെ കൃത്യമായ രാഹുകാലം എപ്പോഴാണ് എന്ന് നോക്കാം. 8/1/2025 ബുധനാഴ്ച പകൽ 12:31 മുതൽ 1:52 വരെയാണ്. 9/1/2025 വ്യാഴാഴ്ച പകൽ 1:58 മുതൽ 3:23 വരെയാണ്. 10/1/2025 വെള്ളിയാഴ്ച പകൽ 11:06 മുതൽ 12:32 വരെയാണ്. 11/1/2025 ശനിയാഴ്ച പകൽ 9:40 മുതൽ 11:06 വരെയാണ്. 12/1/2025 ഞായറാഴ്ച പകൽ 4:51 മുതൽ 6:17 വരെയാണ്. 13/1/2025 തിങ്കളാഴ്ച പകൽ 8:15 മുതൽ 9:41 വരെയാണ്. 14/1/2025 ചൊവ്വാഴ്ച പകൽ 3:26 മുതൽ 4:52 വരെയാണ്. മേൽപ്പറഞ്ഞ രാഹുകാലം അതാത് ദിവസത്തെ കൃത്യമായ സൂര്യോദയവും സൂര്യാസ്തമയവും അനുസരിച്ചുള്ളതാണ്. കലണ്ടറിലും മറ്റും കാണുന്ന രാഹുകാലം രാവിലെ ഉദയം 6 മണി എന്നും വൈകിട്ട് അസ്തമയം 6 മണി എന്നുമുള്ള അടിസ്ഥാനത്തിലുള്ള ശരാശരി രാഹുകാലമാണ്. അതാത് ദിവസങ്ങളിൽ മേൽപ്പറഞ്ഞ സമയത്ത് തന്നെ രാത്രിയിലും രാഹുകാലം ഉണ്ടായിരിക്കുന്നതാണ്. രാഹുകാലം യാത്രയ്ക്ക് വർജ്യമാണ്. ഇനി ഓരോ നക്ഷത്രക്കാരുടെയും 8/1/2025 മുതൽ 14/1/2025 വരെയുള്ള ഈ ആഴ്ചത്തെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക. ഈ സമയം നല്ല നക്ഷത്രദശാ സമയമോ അപഹാര സമയമോ ആണ് നടക്കുന്നതെങ്കിൽ ഇനി പറയാൻ പോകുന്ന ഗ്രഹചാര ഫലങ്ങളിലെ ദോഷഫലങ്ങൾ കാര്യമായി അനുഭവത്തിൽ വരാതെയും നല്ല ഫലങ്ങൾ ഏറെക്കുറെ അതുപോലെ അനുഭവത്തിൽ വരികയും ചെയ്യും. ഇനി ഈ ആഴ്ചത്തെ ഫലത്തിലേക്ക് കടക്കാം. ഒന്നാമതായി അശ്വതി, ഭരണി, കാർത്തിക, ആദ്യപാദം എന്നീ മേടക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടതായിരിക്കും. ഇവർക്ക് പല ഭാഗ്യാനുഭവങ്ങളും അനുഭവത്തിൽ വരികയും സന്താനങ്ങളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങളും പിതാവിൽ നിന്നോ സന്താനങ്ങളിൽ നിന്നോ സ്വന്തം ബന്ധുക്കാരിൽ നിന്നോ വിദേശത്തു നിന്നോ ഉള്ള ധനലാഭം ഉണ്ടാകുവാനുമുള്ള സാധ്യതയുണ്ട്. കൃഷിയിൽ നിന്നും നാൽക്കാലികളെ കൊണ്ടുമുള്ള ധനലാഭവും ഉണ്ടാകാം. വീട്, വസ്തു മുതലായവ വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിന് നല്ല വില കിട്ടുവാനും അതുപോലെ വീട്, വസ്തു എന്നിവ ലാഭകരമായി വാങ്ങുവാനും സാധിക്കുന്നതാണ്. പിതാവിനോ പിതൃതുല്യർക്കോ ഈ സമയം ചെറിയ അസുഖങ്ങളൊക്കെ വരാം. കുടുംബവുമൊത്ത് തീർത്ഥാടനത്തിനും ഉല്ലാസയാത്രകൾക്കും പോകുവാനും സാധ്യതയുണ്ട്. ഈ ആഴ്ചയിലെ ബുധൻ, വ്യാഴം, വെള്ളി, തിങ്കൾ, ചൊവ്വ എന്നീ 5 ദിവസങ്ങൾ കൂടുതൽ നല്ല ദിവസങ്ങളായിരിക്കും. ഈ ദിവസങ്ങളിൽ രുചികരമായ ഭക്ഷണപാനീയങ്ങളും പുത്തൻ വസ്ത്രങ്ങളും ലഭിക്കുന്നതിനും സുഖകരമായ ഉറക്കം കിട്ടുന്നതിനും സ്ത്രീ സുഖത്തിനും ജോലിയിൽ മികവ് കാട്ടുന്നതിനും സാധ്യതയുണ്ടെങ്കിലും ശനി, ഞായർ ദിവസങ്ങളിൽ ചിലവ് വർദ്ധിക്കുന്നതിനും ഉദരരോഗത്തിനും സഞ്ചാരക്ലേശങ്ങൾക്കും പ്രവൃത്തി തടസ്സത്തിനും അപവാദങ്ങൾ കേൾക്കുന്നതിനും ജനങ്ങളുമായി കലഹത്തിനും സാധ്യതയുള്ളതിനാൽ ഈ ദിവസങ്ങളിൽ കുറച്ച് ജാഗ്രത വേണം. ഈ ആഴ്ച ഇവർ ബന്ധുജനങ്ങളുമായി സമ്പർക്കപ്പെടുന്നതിനും അവർ മുഖേനയുള്ള സുഖാനുഭവങ്ങൾക്കും സാധ്യതയുണ്ട്. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച വിദ്യാപുരോഗതിക്കും നൈപുണ്യത്തിനും സാധ്യതയുണ്ട്. പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിനോ ഉദ്യോഗകയറ്റത്തിനോ ഉള്ള യോഗവുമുണ്ട്. രണ്ടാമതായി കാർത്തിക 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദങ്ങൾ എന്നീ ഇടവക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ശനി, ഞായർ എന്നീ ദിവസങ്ങളിൽ ഭക്ഷണസുഖത്തിനും ശയനസുഖത്തിനും വസ്ത്രാദി ലാഭത്തിനും സ്ത്രീ സുഖത്തിനും ചെറിയ രീതിയിൽ സാമ്പത്തിക നേട്ടത്തിനും സാധ്യതയുണ്ട്. എന്നാൽ ഈ ആഴ്ചയിലെ ബുധൻ, വ്യാഴം, വെള്ളി, തിങ്കൾ, ചൊവ്വ എന്നീ 5 ദിവസങ്ങൾ അത്ര നല്ലതല്ല. ഈ സമയം സ്ഥാനചലനത്തിനോ ഗൃഹം മാറി താമസിക്കുന്നതിനോ കർമ്മവിഘ്നത്തിനോ ചിലവുകൾ വർദ്ധിക്കുന്നതിനോ ഉള്ള സാധ്യതയുണ്ട്. ഇവർ ഈ സമയം പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിനോ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനോ ഉള്ള സാധ്യതയുമുണ്ട്. മൂന്നാമതായി മകയിരം നക്ഷത്രത്തിന്റെ 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർവം നക്ഷത്രത്തിന്റെ 1, 2, 3 പാദങ്ങൾ എന്നീ മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ ബുധൻ, വ്യാഴം, വെള്ളി, തിങ്കൾ, ചൊവ്വ എന്നീ ദിവസങ്ങളിൽ സാമ്പത്തികമായി
വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരികയില്ല. ഇവർക്ക് ഈ ദിവസങ്ങളിൽ ബന്ധുക്കളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾക്കും കർമ്മഗുണത്തിനും സ്ത്രീസുഖത്തിനും ഇഷ്ട ഭക്ഷണപാനീയങ്ങൾ ലഭിക്കുന്നതിനും വസ്ത്രലാഭത്തിനും സാധ്യതയുണ്ടെങ്കിലും ശനി, ഞായർ എന്നീ ദിവസങ്ങളിൽ ധനനഷ്ടം നേരിടുന്നതിനോ അധിക ചിലവിനോ ഉള്ള സാധ്യതയും ദൂരയാത്രയും ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവവും ഉദരരോഗവും തൊഴിൽ തടസ്സങ്ങളും അനുഭവത്തിൽ വരാവുന്നതിനാൽ ഈ ദിവസങ്ങളിൽ കുറച്ച് ജാഗ്രത വേണം. നാലാമതായി പുണർന്ന നക്ഷത്രത്തിൻ്റെ 4-ാം പാദം, പൂയം, ആയില്യം എന്നീ കർക്കിടകക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ഭാഗ്യാനുഭവങ്ങൾക്കും സാമ്പത്തിക ലാഭത്തിനും പിതാവിൽ നിന്നോ പിതൃതുല്യരിൽ നിന്നോ ഗുരുക്കന്മാരിൽ നിന്നോ കോടതി വ്യവഹാരങ്ങൾ വഴിയോ തൻ്റെ ശത്രുക്കളിൽ നിന്നോ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ഇവർ വളരെ നാളുകളായി ഉദ്ദേശിച്ച കാര്യങ്ങൾ ഈ സമയം നടപ്പിൽ വരുത്തുവാൻ സാധിക്കും. ഇവർക്ക് ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ എന്നീ 5 ദിവസങ്ങൾ അനുകൂലങ്ങളായ ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ ഉദ്യോഗ ഗുണത്തിനും ധനലാഭം ശ്രദ്ധിക്കുന്നതിനും സർക്കാരിൽ നിന്നുമുള്ള ആനുകൂല്യങ്ങളോ ബഹുമതികളോ കിട്ടുന്നതിനും ആരോഗ്യവർദ്ധനവിനും ബന്ധുഗുണത്തിനും കാര്യജയത്തിനും ഗൃഹലാഭത്തിനും സ്ത്രീസുഖത്തിനും സ്ഥാനമാനങ്ങൾക്കും സൗഭാഗ്യത്തിനും സാധ്യതയുണ്ട്. എന്നാൽ തിങ്കൾ, ചൊവ്വ എന്നീ ദിവസങ്ങളിൽ ചിലവ് വർദ്ധിക്കുന്നതിനും കർമ്മവിഘ്നത്തിനും ദേഹാരിഷ്ടതയ്ക്കും ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾക്കും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പുലർത്തുക. 5-ാമതായി മകം, പൂരം, ഉത്ര നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ ചിങ്ങക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ എന്നീ ദിവസങ്ങൾ നല്ല ദിവസങ്ങളായിരിക്കും. കർമ്മഗുണവും സാമ്പത്തിക ലാഭവും സർക്കാരിൽ നിന്നോ ജനങ്ങളാലോ ഉള്ള സ്നേഹാദരങ്ങൾക്കും സാധ്യതയുണ്ട്. ഇവരുടെ ആരോഗ്യസ്ഥിതി ഈ ദിവസങ്ങളിൽ തൃപ്തികരമായിരിക്കും. ബന്ധുക്കളിൽ നിന്നുള്ള ഗുണാനുഭവങ്ങൾക്കോ തൊഴിൽ അഭിവൃദ്ധിക്കും സാധ്യതയുണ്ട്. എന്നാൽ ആദ്യ ദിവസങ്ങളായ ബുധൻ, വ്യാഴം, വെള്ളി എന്നീ ദിവസങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ചിലവുകൾ വർദ്ധിക്കുന്നതിനും ശത്രുക്കളുടെ ഉപദ്രവങ്ങൾക്കും ഭാര്യാപുത്രാദികളുമായുള്ള കലഹങ്ങൾക്കും സാധ്യതയുള്ളതിനാൽ ഈ ദിവസങ്ങളിൽ സൂക്ഷ്മത വേണം. 6-ാമതായി ഉത്രം നക്ഷത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര നക്ഷത്രത്തിൻ്റെ 1, 2 പാദങ്ങൾ എന്നീ കന്നിക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പൊതുവെ ഗുണപ്രദമാണ്. ഇവർക്ക് തൊഴിൽ കൂടിയും മറ്റും കൂടുതൽ ധനലാഭം സിദ്ധിക്കുന്നതിനും ബന്ധുക്കളിൽ നിന്നുള്ള സുഖാനുഭവങ്ങൾക്കും ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയസാധ്യതയ്ക്കും ആരോഗ്യസ്ഥിതിക്കും രോഗശമനത്തിനും ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നതിനും കുടുംബത്തിൽ നിന്നും സുഖാനുഭവങ്ങൾ കിട്ടുന്നതിനും സാധ്യതയുണ്ട്. എന്നാൽ ആഴ്ചയുടെ ആദ്യ 3 ദിവസങ്ങളിൽ സ്ത്രീകളുമായുള്ള കലഹത്തിനും ഉദരസംബന്ധമായ ബുദ്ധിമുട്ടുകൾക്കും വിഷഭയത്തിനും സാധ്യതയുള്ളതിനാൽ സൂക്ഷിക്കുക. 7-ാമതായി ചിത്തിര നക്ഷത്രത്തിൻ്റെ 3, 4 പാദങ്ങൾ, ചോതി, വിശാഖം 1, 2, 3 പാദങ്ങൾ എന്നീ തുലാക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ ബുധൻ, വ്യാഴം, വെള്ളി എന്നീ ദിവസങ്ങളിൽ ധനസ്ഥിതി മെച്ചപ്പെടുന്നതിനും ഇഷ്ട ഭക്ഷണപാനീയങ്ങൾ കിട്ടുന്നതിനും ശയനസുഖത്തിനും ആദരവിനും കളത്രത്തെ കൊണ്ടുള്ള സുഖാനുഭവങ്ങൾക്കും സന്താനങ്ങളെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടുമുള്ള ഗുണാനുഭവങ്ങൾക്കും സാധ്യതയുണ്ടെങ്കിലും ആഴ്ചയുടെ അവസാന ദിവസങ്ങളായ ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ എന്നീ ദിവസങ്ങൾ അത്ര നല്ലതല്ല. ഈ ദിവസങ്ങളിൽ ദുഃഖാനുഭവങ്ങൾക്കും ഉദരരോഗത്തിനും ശത്രുക്കളെ കൊണ്ടോ കള്ളന്മാരെ കൊണ്ടോ ഉള്ള ഉപദ്രവങ്ങൾക്കും കലഹത്തിനും സാധ്യതയുള്ളതിനാൽ സൂക്ഷ്മത വേണം. 8-ാമതായി വിശാഖം നക്ഷത്രത്തിൻ്റെ 4-ാം പാദം, അനിഴം, തൃക്കേട്ട എന്നീ വൃശ്ചികക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ എന്നീ 5 ദിവസങ്ങൾ സാമ്പത്തികമായി നല്ല സമയമായിരിക്കും. ഈ സമയം പല പ്രകാരത്തിൽ ധനലാഭം സിദ്ധിക്കുന്നതിനും പ്രത്യേകിച്ച് കളത്രത്തിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമുള്ള ധനലാഭത്തിനും സ്ത്രീസുഖത്തിനും ഗൃഹസുഖത്തിനും സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും ദേഹസുഖത്തിനും ശത്രുനാശത്തിനും ഇഷ്ട ഭക്ഷണസുഖത്തിനും ശയനസുഖത്തിനും ജനങ്ങളുമായും ബന്ധുക്കളുമായുമുള്ള സ്നേഹ സൗഹൃദങ്ങൾക്കും സാധ്യതയുണ്ട്. എന്നാൽ ആഴ്ചയുടെ അവസാന ദിവസങ്ങളായ തിങ്കൾ, ചൊവ്വ എന്നീ ദിവസങ്ങളിൽ വാഹന സംബന്ധമായതോ ഗൃഹസംബന്ധമായതോ ആയ വിഷമതകൾക്കും ജനങ്ങളാൽ വഞ്ചിതരാകുന്നതിനും കലഹത്തിനും സാധ്യതയുള്ളതിനാൽ സൂക്ഷിക്കുക. 9-ാമതായി മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ ധനുക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ എന്നീ ദിവസങ്ങളിൽ സാമ്പത്തികമായി വലിയ കുഴപ്പം ഉണ്ടാകുകയില്ല. ഈ ദിവസങ്ങളിൽ ദേഹസുഖത്തിനും ശത്രുനാശത്തിനും ഭക്ഷണസുഖത്തിനും ശയനസുഖത്തിനും ബഹുമാനാദി ഗുണാനുഭവങ്ങൾക്കും കൃഷി, നാൽക്കാലി എന്നിവയിൽ നിന്നുള്ള ധനലാഭത്തിനും സാധ്യതയുണ്ടെങ്കിലും ബുധൻ, വ്യാഴം, വെള്ളി എന്നീ ദിവസങ്ങളിൽ കാര്യങ്ങളിൽ തടസ്സങ്ങൾക്കും ചിലവ് വർദ്ധിക്കുന്നതിനും മനോദുഃഖത്തിനും സഞ്ചാരക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട്. 10-ാമതായി ഉത്രാടം നക്ഷത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൻ്റെ 1, 2 പാദങ്ങൾ എന്നീ മകരക്കൂറിൽ ജനിച്ചവർക്ക് ധനധാന്യ ലാഭത്തിനും കുടുംബസുഖത്തിനും സർക്കാർ സംബന്ധമായ ആനുകൂല്യങ്ങൾ കിട്ടുന്നതിനും ദേഹസുഖത്തിനും ശത്രുനാശത്തിനും കൃഷിഗുണത്തിനും അഭീഷ്ട സിദ്ധിക്കും സാധ്യതയുണ്ടെങ്കിലും ബുധൻ, വ്യാഴം എന്നീ ദിവസങ്ങളിൽ ജലഭയം, വീഴ്ച, ദിവ്യനഷ്ടം, കുടുംബകലഹം എന്നിവ ഉണ്ടാകാതെ സൂക്ഷിക്കുക. 11-ാമതായി അവിട്ടം, 3, 4 പാദങ്ങൾ, ചതയം,
പൂരുരുട്ടാതി 1, 2, 3 പാദങ്ങൾ എന്നീ കുംഭക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിൽ സ്ത്രീ സുഖത്തിനും വിശേഷ വസ്ത്രലാഭത്തിനും സ്ഥാനപ്രാപ്തിക്കും കളത്രപുത്രാദികളെ കൊണ്ടുള്ള സന്തോഷങ്ങൾക്കും സാധ്യതയുണ്ടെങ്കിലും ബന്ധുക്കളെ കൊണ്ടുള്ള ക്ലേശാനുഭവങ്ങൾക്കും സഞ്ചാര ക്ലേശങ്ങൾക്കും വിഷാഗ്നി ഭയത്തിനും സാധ്യതയുണ്ട്. ഇവർ ജന്മശനി സമയമാകയാൽ ശനിയാഴ്ച തോറും അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജന വഴിപാട് നടത്തുക. 12-ാമതായി പൂരുരുട്ടാതി നക്ഷത്രം 4-ാം പാദം ഉത്രട്ടാതി രേവതി എന്നീ മീനക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിൽ ഭക്ഷണസുഖത്തിനും ശയനസുഖത്തിനും കളത്രസുഖത്തിനും വസ്ത്രാഭരണാദി ലാഭത്തിനും സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളോ ജോലിയോ ലഭിക്കുന്നതിനും സ്ഥാനപ്രാപ്തിക്കും സാധ്യതയുണ്ടെങ്കിലും ശനി, ഞായർ എന്നീ ദിവസങ്ങളിൽ വ്യസനാനുഭവങ്ങൾക്കും ധനനഷ്ടത്തിനും സഞ്ചാര ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് ഈ ആഴ്ചയിലെ ഗ്രഹചാര ഫലങ്ങൾ. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുന്നതിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും വീഡിയോ ഷെയർ ചെയ്യുന്നതിനും ഇനിയുള്ള വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിനു വേണ്ടി ബെല്ലൈക്കൺ അമർത്തുന്നതിനും മറക്കാതിരിക്കുക. അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം.